നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ എല്ലാ ആളുകളും വെയിറ്റ് ചെയ്തിരുന്ന ഒരു റാലിയാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ചില്ലറ റാലിയല്ല, വലിയ റാലിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാക്കിയ ഏറ്റവും സിംഗിൾ ഡേ റാലിയാണ് ബാങ്ക് നിഫ്റ്റി. 3000 പോയിന്റ്. സെൻസെക്സും 3000 പോയിന്റ് അടുത്ത്, നിഫ്റ്റി ആവട്ടെ 900 പോയിന്റ് അടുത്താണ് റാലി രേഖപ്പെടുത്തിയത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് 24,000 മുകളിലൊക്കെ മാർക്കറ്റ് ഇപ്പോൾ പോയി, ഗിഫ്റ്റ് നിഫ്റ്റി പോയി. അതായത് 23,000 സ്ട്രഗിൾ ചെയ്ത മാർക്കറ്റാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 24,000 മുകളിൽ ക്ലോസ് നടത്തിയത്. ആ മാർക്കറ്റ് താഴേക്ക് ഇടിയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്, പക്ഷേ മുകളിലേക്ക് പോകുന്നത് ഒരൊറ്റ പോക്കാം. അതുകൊണ്ട് പൊതുവേ ഓപ്ഷൻ റൈറ്റേഴ്സെല്ലാം തന്നെ നഷ്ടമുണ്ടാക്കുന്നത് അവരുടെ ട്രേഡിംഗ് കരിയറിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടാണ്. അതുപോലെ പൊതുവേ ഓപ്ഷൻ ബയേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കോള് ബൈ ചെയ്തിട്ടാവണം. മറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 16 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് BSEയിലേക്ക് ആഡ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റ് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നു. അല്ലാതെ ഗിമ്മിക്സ് ഒന്നും ഉണ്ടായില്ല. അതായത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന സിനാരിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. FIs ആശാന്മാർ സെല്ലേഴ്സ് ആയിരിക്കണം, എങ്കിലും റീറ്റെയിലേഴ്സ് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് നടത്തി. RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ടായിരുന്നു. റേറ്റ് അൺചേഞ്ച് ആണ്. ഗ്രോത്ത് ഫോർകാസ്റ്റ് എല്ലാം തന്നെ ബെറ്റർ ആണ്. എങ്കിലും അതൊരു ഈവൻ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് കൺസിഡർ ചെയ്തില്ല. ഈ ഒരു ഇറാൻ ഇസ്രായേൽ വാർ സീസ് ഫയർ ആണ് ഇന്ന് മാർക്കറ്റിൽ താരമായത്, ഗ്ലോബൽ മാർക്കറ്റിലടക്കം. അപ്പോൾ ക്രൂഡ് പ്രൈസ് ഫോളായി. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് അത് ഗുണം ചെയ്തു. ഇൻഡിഗോ പോലെയുള്ള കമ്പനീസിന് ഗുണം ചെയ്തു. കൂടാതെ L&T, KEC ഇൻ്റർനാഷണൽ തുടങ്ങിയ ഈ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കമ്പനീസിനും ഗുണം ചെയ്തു. എങ്കിലും ഇന്നത്തെ ദിവസം വിപ്രോ പോലെയുള്ള ചുരുക്കം സ്റ്റോക്കുകൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത് ഒരു ചെറിയൊരു കല്ലുകടിയായിട്ടുണ്ട്. എനിവേ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തിരികെ വന്നു എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു ഈ അപ്ഡേറ്റ് ഉള്ളത്, ഫാർമേഴ്സിന് വേണ്ടിയിട്ട് 41,534 കോടി രൂപയുടെ ഖാരിഫ് പാക്കേജുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ HDFC ബാങ്ക് ശക്തമായ രീതിയിൽ തിരികെ വന്നു. ഒരു കാര്യമുണ്ട്, നമ്മളിലെല്ലാം തന്നെ റിസൾട്ട് വരികയാണ്. Q4 റിസൾട്ട് IT കമ്പനീസിൻ്റെയും HDFC ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ കലങ്ങി തെളിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പുതിയ പ്രഖ്യാപനമുള്ളത്, ഇറാനുമായി ചേർന്ന് പുതിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കും. ഇവരുടെ തമ്മിലുള്ള ബന്ധം ദൃഢമാകുമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മച്ചാൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇറാനും US തമ്മിൽ. എത്ര നാളുണ്ടാകും നമുക്കറിയില്ല. ദീർഘകാലം നിലനിൽക്കട്ടെ, എപ്പോഴും സമാധാനം വരട്ടെ, മാർക്കറ്റിൽ ആ ഒരു ഫിയർ മാറട്ടെ. വിക്സ് അതുകൊണ്ട് തന്നെ ഇന്ന് കൊളാപ്സായി, 20% കൊളാപ്സായി. ഓപ്ഷൻ റൈറ്റേഴ്സിനൊക്കെ ഇനി ചെറിയ പ്രീമിയംസ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. എങ്കിലും മാർക്കറ്റ് സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത്, അത് തന്നെ നിലനിൽക്കട്ടെ. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ശക്തമായ മുന്നോട്ടം നടത്തിയ കമ്പനി, ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ കമ്പനി തന്നെയായിരുന്നു ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ മോട്ടേഴ്സ്, ഇൻഡിഗോ, ഐഷർ മോട്ടേഴ്സ് എല്ലാം തന്നെ ഗംഭീര റാലി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ വിപ്രോയും ടെക്കമ്മും എല്ലാം തന്നെ ഇടിഞ്ഞു. പിന്നെ ONGC, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയല്ല, ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ONGC ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗംഭീര റാലിയിലാണ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $92 ഉയർന്നു, സിൽവർ $5 ഉയർന്നു, ബിറ്റ്കോയിൻ $3,500 ഉയർന്നു, ബ്രന്റ് ഓയിൽ 16% ഇടിഞ്ഞ് 91 നാച്ചുറൽ ഗ്യാസ് 3.7% ഇടിഞ്ഞു. പിന്നീട് പറയേണ്ട കാര്യമില്ല, ഇന്ത്യ വിക്സ് റെഡിൽ കാണാം, 20% ക്രാഷ് ചെയ്തു. എവിടെയും ഗംഭീര റാലി. ഡോ ഫ്യൂച്ചറെല്ലാം തന്നെ 1,200 പോയിൻ്റാണ്. ഈ നമ്മുടെ ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ 5% റാലി രേഖപ്പെടുത്തിയത്, 5.3%. നിഫ്റ്റി പെർസെൻറ്റേജ് വൈസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയത് 3.78 ഉള്ളൂ. അപ്പോൾ നിഫ്റ്റിയിലുപരി ഈ മറ്റുള്ള മാർക്കറ്റാണ് ഗംഭീരമായിട്ടുള്ള റാലി പെർസെൻറ്റേജ് വൈസ് നടത്തിയത്. 3.7% നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയപ്പോൾ കൊറിയൻ മാർക്കറ്റ് 7% റാലി രേഖപ്പെടുത്തിയത്. ജപ്പാൻ മാർക്കറ്റ് 5.3%, ജർമ്മൻ മാർക്കറ്റ് 5.35, ഫ്രാൻസും UK-യും നിഫ്റ്റിയിലേക്കായും മുകളിൽ. അപ്പോൾ കാര്യം ശരിയാണ്. കാരണം നമ്മൾ ഈ യുദ്ധം സീസ് ഫയറൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഒരു 1,500 പോയിന്റിലേക്ക് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് റിക്കവറി മോഡിലായിരുന്നു ഉള്ളത് അല്ലേ. അപ്പോൾ അത് ഓൾറെഡി തന്നെ ഫാക്ടറിങ് ആയി. അതായത് സീസ് ഫയർ ഫാക്ടറിങ് ആയതല്ല, ആ ഒരു ഓവർസോൾഡ് ആ ഒരു സിനാരിയോ, ആ ഒരു
സിറ്റുവേഷൻ ഫാക്ടറിനായി ഒരു ഫ്രഷ് ബൈയിങ് എല്ലാം തന്നെ സീസ് ഫയറിന് മുമ്പേ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് പ്ലസ് ഈ ഒരു സീസ് ഫയറിൻ്റെ ഒരു 900 പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയിൽ കണ്ടു. എങ്കിലും നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഇന്നലെ ആരോ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള 2 ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വളരെ മികച്ച രീതിയിൽ വരും. പക്ഷേ സെയിം ടൈം വേറെ ആരോ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ വേറെ അതല്ല നമ്മൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇടിവ് സമയത്ത് വാങ്ങിക്കാൻ ചങ്കുറ്റം കാണിച്ച ആളുകൾക്ക് വലിയ പ്രോഫിറ്റാണ് അപ്പോൾ. അതായത് അദാനി എൻ്റർപ്രൈസസ് പോലെയുള്ള കമ്പനീസ് അല്ലെങ്കിൽ ശ്രീരാം ഫിനാൻസ് പോലെയുള്ള കമ്പനീസ് ഇപ്പം നല്ലൊരു അവസരമായിരുന്നു, നിങ്ങളൊരു അവസരം മിസ്സാക്കി എന്നുള്ളൊരു കുറ്റപ്പെടുത്തലൊന്നല്ല. അതായത് ഓരോ ഡിപ്പിലും ബൈ ചെയ്ത ആളുകൾക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പിലും ബൈ ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കാണിക്കുന്നത് വലിയ കാര്യമാണ്. അല്ലാതെ നിഫ്റ്റി 19,000 എത്തട്ടെ, 15,000 എത്തട്ടെ, കൊറോണ ലെവലിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടുമല്ലോ. ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോരാ എന്നുള്ളതാണ്. ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് വലിയ ഒരു ഡയലോഗ് പറയുന്നതല്ല. അപ്പോൾ അങ്ങനെയും ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതായത് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ എനിക്ക് സന്തോഷം, അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ മാർക്കറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളൊന്നുമല്ലല്ലോ, നിങ്ങളെപ്പോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ആളാണ്. എൻ്റെ മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിന് ബ്രോക്കറിന് പ്ലഡ്ജ് ചെയ്തിട്ട് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാപ്പിയാണ്. പക്ഷേ ഒരു 1000 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആസ് എ ട്രേഡർ. കാരണം ഓവർനൈറ്റ് പൊസിഷനുള്ള ആളുകൾക്ക് സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണല്ലോ. പക്ഷേ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ളത്. ന്യൂസ് കണ്ടവർക്ക് അറിയാം. കാരണം ഇന്നൊരു ഗ്യാപ്പ് അപ്പ് അല്ലേ. അപ്പോൾ എവിടെ പോയി നമ്മൾ കോൾ ഷോർട്ട് ചെയ്താലും നമുക്ക് അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സമാധാനമായിട്ട് വന്നു, മാർക്കറ്റ് ഒരു ഇൻഡിക്കേഷൻ കിട്ടി, ട്രേഡ് എടുത്തു, ഒരു പുതിയ ദിവസം അങ്ങ് തുടങ്ങി. അതുകൊണ്ട് ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഇനി പതിയെ ഒഴിവാക്കി ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ട്രേഡിലേക്കൊക്കെ പോകേണ്ട ഒരു ഘട്ടം വന്നു. എനിവേ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമ്മൾക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കൊച്ചിയിൽ വെച്ച് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, റെഡ് ടേപ്പ് കമ്പനി പുതിയ ഒരു ഫ്രൂട്ട് ബാൻഡിന് അവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ലുപ്പിൻ പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. മാക്സ് ഹെൽത്ത് കെയർ കലിംഗ ഹോസ്പിറ്റലിന് 300 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു. സിഎൻഡ് കമ്പനി അവർ കൈനറ്റിക് ടെക്നോളജീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് കമ്പനി റവന്യൂ 124% വർധനവ് രേഖപ്പെടുത്തി. ടൈറ്റൻ ഈ ജ്വല്ലറി ബിസിനസ് അവർ മികച്ച ഒരു ഓളിയം അവർ കരസ്ഥമാക്കി. സുരാജ് കമ്പനി അവർ പ്രൊജക്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. NTPC കമ്പനി അവർ 500 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് കമ്പനി ചെയ്യുന്നു. NHPC കമ്പനി 1720 മെഗാവാട്ടിൻ്റെ ഹൈഡ്രോളിക് പ്രൊജക്റ്റ് ചെയ്യുന്നു. BHEL കമ്പനി 10,000 കോടി രൂപയുടെ ഓർഡർ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബോഷ് കമ്പനി അവരെ സംബന്ധിച്ച് ഒരു 9,000 കോടി രൂപക്ക് അവർ ഒരു 9,000 കോടി രൂപയുടെ ഷെയർ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തു. റോയൽ ഓർക്കിഡ് ഹോട്ടൽ പുതിയ ഹോട്ടൽ അവർ അക്യൂർ ചെയ്തു. PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് 13,500 കോടി രൂപയുടെ റവന്യൂ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ക്രാഫ്റ്റ് കമ്പനി പുതിയ വൈസ് പ്രസിഡൻറ്റ് എന്നെ തിരഞ്ഞെടുത്തു, അപ്പോയിൻ്റ് ചെയ്തു. സനോഫി ഇന്ത്യയിലേക്കുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സ്റ്റോക്കിൽ നിന്ന് 12% റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇതാണ് ഒരു ഓൺലൈനിൽ നമ്മൾ പെട്ടെന്ന് ന്യൂസ് പറഞ്ഞു പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം. ഇനിയിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ മാർക്കറ്റ് ന്യൂട്രൽ ആ ഒരു സ്റ്റേജിലായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 24,000 ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. 26,300 ആയിരുന്നു നമ്മളുടെ ഓൾ ടൈം ഹൈ. അപ്പോൾ 26,300 ഒരു എനിക്ക് തോന്നുന്നു 24,000 ഒക്കെ മറികടന്ന് ഈ ഒരു മൊമെൻറ്റം നിൽക്കുകയാണെങ്കിൽ 25,000 ഒക്കെ നിഫ്റ്റിക്ക് പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ പതിയെ അങ്ങ് മുന്നോട്ട് പോകും. കാരണം ഇതൊന്നും അറിയാത്ത കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ നാളെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് യുദ്ധമൊക്കെ മാറിയല്ലോ. അപ്പോൾ അവർ വീണ്ടും ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകട്ടെ. FISൻ്റെ ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആവട്ടെ. നമ്മളുടെ സ്ഥിരം FIS ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുന്ന സുഹൃത്ത് FIS ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കമൻറ്റിൽ കാണാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി. ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.